സംസാരിക്കുകയല്ല, ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക്. ഇവിടെ ആരും ഫീഡ്ബാക്ക് പറഞ്ഞായിട്ട് കാണുന്നില്ല. ഫീഡ്ബാക്ക് പറയുക എന്നുള്ള ആൾക്കാണ്. വളരെ സന്തോഷകരമായ രണ്ട് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള രണ്ട് ക്ലാസ്സുകളാണ് ഇവിടെ നടന്നത്. ശരിക്കും ഇതിൻ്റെ സംഘാടകരോട്, നന്മ കൂട്ടായ്മ അല്ലെ, സംഘാടകരോടൊക്കെ എൻ്റെ സ്നേഹിതന്മാർ തന്നെയാണ്. അവരോട് വലിയൊരു പ്രതിഷേധം അറിയിക്കുകയാണ്. ഞാനിന്ന് വേറൊരു പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഉച്ചയ്ക്ക് നോട്ടീസ് കണ്ടപ്പോൾ ഈ പരിപാടിക്കായിട്ട് വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ വരേണ്ടതുണ്ട്. കാരണം ഈ ആരോഗ്യ പ്രശ്നങ്ങളാലും രോഗങ്ങളാലും എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. അതൊരു വസ്തുതയാണ്, ഒരു ട്രൂത്താണ് യഥാർത്ഥത്തിൽ. ഒരുപാട് ഹോസ്പിറ്റലുണ്ട്, ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഒരു പ്രശ്നം വന്നാൽ ആരെ കാണിക്കണം, എന്ത് ചെയ്യണം എന്നറിയാതെ ഡോക്ടർമാരാണെങ്കിൽ 300-400 റുപ്യ ഫീസ് എടുത്ത് ഒരുപാട് നേരം ഒപ്പിയിൽ കാത്തിരുന്ന് നമ്മൾ പറയുന്നത് കേൾക്കാൻ തന്നെ അവർക്ക് സമയമില്ല. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവർ മരുന്ന് എഴുതി അടുത്ത ആളെ വിളിക്കുകയാണ്. കാരണം 50 ആൾ 60 ആൾക്കാരൊക്കെ ഇങ്ങനെ ചികിത്സിക്കണം. 50 × 300 ഇത്രയായി ഈ പൈസ. അങ്ങനെ വെറും സാമ്പത്തികമായ ഒരു രീതി മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്നിട്ട് നമ്മളവിടെ പോകാൻ നിർബന്ധിതരാവുകയാണ്. വേറെ വഴിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രതിരോധ വഴിയുണ്ട് എന്നുള്ളത് ആളുകൾ അറിയേണ്ടതുണ്ടല്ലോ. യൂട്യൂബിലും അവിടെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടെന്നല്ലാതെ. അപ്പൊ ഇത് കുറച്ചുകൂടി കല്യാണത്തിനൊക്കെ ക്ഷണിക്കുന്ന പോലെ ഇൻഡിവിജ്വലായിട്ട് ആളുകളെ ക്ഷണിച്ചിട്ട് ഇവിടെ കൊണ്ടുവരേണ്ടതായിരുന്നു. അവരൊക്കെ ഈ ക്ലാസ് കേൾപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ ഖുർആനിലൊരു ആയത്തുണ്ടല്ലോ, ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്രന്നാസാല്, പടച്ചോൻ മനുഷ്യനെ സൃഷ്ടിച്ച ഒരു ഫിത്രത്തുണ്ട്, പ്രകൃതം. ആ പ്രകൃതത്തിൽ അങ്ങ് ജീവിച്ചാൽ മതി എന്നാണ്. ഇപ്പോ പുരാണങ്ങൾ എടുത്തു നോക്കിയാലും വേദഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും ഈ പോയിന്റാ പറയുന്നത്. അത് തെറ്റുമ്പോഴാണ് അതിന്റെ ജീവിത ശൈലിയിൽ വ്യതിയാനം എന്ന് പറയുന്നത്. ദൈവം പടച്ചോനുണ്ടാക്കി അതാണ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. രാത്രി നോമക്കും സുബാത്ത എന്നാണ്, രാത്രി വിശ്രമിക്കുക. ഇപ്പൊ 12 മണിക്ക് ശേഷം ഉറങ്ങാൻ തുടങ്ങിയത് മുതലാണല്ലോ ഈ രോഗങ്ങൾ വരാൻ തുടങ്ങിയത്. രാത്രി നേരത്തെ അതായത് രാത്രി ഭക്ഷണം ഇശാ നിസ്കാരത്തിന്റെ മുമ്പായിരിക്കണം. ഇശാ നിസ്കാരം എപ്പോഴും 8 മണിക്കാണ്. 8 മണിക്ക് മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കണം എന്നുള്ളത് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 10 മണിക്കും 11 മണിക്കൊക്കെയാണ് രാത്രി ഭക്ഷണം കഴിക്കുന്നത്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ പാമ്പ് തവള ഒഴുകിയ പോലെ പോയിട്ട് അങ്ങോട്ട് കിടക്കാണ്. ഒരു രോഗം വരില്ലേ. പിന്നെ മറ്റൊരു ഹദീസ് ഉള്ളത്, തആമുൽ വാഹിദി യക്ഫീലി ഇസ്നൈൻ, ഒരാളുടെ ഭക്ഷണം 2 ആൾക്ക് മതി. തആമുൽ ഇസ്നൈൻ യക്ഫീലി അർബ, 2 ആളുടെ ഭക്ഷണം 4 ആൾക്ക് മതിയാവും. തആമുൽ അർബ യക്ഫീലി സബാൻ, 4 ആളുടെ ഭക്ഷണം 8 ആൾക്ക് മതിയാവുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് 4 അതിഥികൾ വരുന്നുണ്ടെങ്കിൽ 4 ആൾക്കുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുക, 10 ആൾക്കുള്ള ഭക്ഷണമാണ്. ഡൈനിങ് ടേബിളിൽ നിരത്തുന്ന എന്താണ്, സൽക്കാരത്തിന്റെ പേരിൽ 36 ഐറ്റംസുകൾ കടികളാണ്. പൊങ്ങച്ചത്തിന്റെ പേരിൽ, ദൂർത്തിന്റെ പേരിലൊക്കെ നമ്മൾ തന്നെയും നമ്മളെ മതത്തെയും നമ്മളെ പ്രകൃതത്തെയും നമ്മളെ ആരോഗ്യത്തെയും നഷ്ടപ്പെടുത്തുമ്പോൾ അതിന്റെ ശിക്ഷയാണ് യഥാർത്ഥത്തിൽ ഇവിടെ അനുഭവിക്കുന്നത്. വിശുദ്ധ ഖുർആനില് താക്കീദിന്റെ ശൈലിയിൽ പറഞ്ഞ ഒറ്റൊന്ന് ഭക്ഷണത്തെ പറ്റി മാത്രമാണ്. ദൈവ കോപം ഇറങ്ങും, ദൈവ കോപം നിങ്ങൾക്ക് ഇറങ്ങും എന്ന് പറഞ്ഞ്, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പടച്ചോന്റെ കോപം ഇറങ്ങും എന്ന് പറഞ്ഞിട്ടില്ല. നിസ്സാരല്ല. നോമ്പ് പറ്റിയിട്ടെങ്കിൽ പടച്ചോന്റെ കോപം ഇറങ്ങുന്ന നരകത്തിലിട്ട് ശിക്ഷിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഭക്ഷണത്തിന്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഫയഹില്ല അലൈക്കും വളബീനാണ്, എന്റെ കോപം നിങ്ങളുടെ മേൽ ഇറങ്ങും എന്ന് പറഞ്ഞത് ഒറ്റ വിഷയം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മതത്തിന്റെ നിയമം, പടച്ചോന്റെ നിയമം ലംഘിച്ചാൽ എന്റെ കോപം ഇറങ്ങുന്നതാണ്. അതാണോ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്? ഭയപ്പെടേണ്ടതുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് സൂറത്തു താഹയിലെ 81-ാമത്തെ ആയത്തിലാണ് ഇതുള്ളത്. അതെ, അത് ആഷിഖിനെ ആയത്ത് അറിയാവുന്ന തോന്നല്ലേ, എനിക്ക് അറിയാമെന്ന് പറയുന്നത്. അപ്പോ ഈ 81-ാമത്തെ ആയത്ത് ഫലാ തത്ഖൂ ഫീഹി എന്നാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത്. ഫയഹില്ല അലൈക്കും വളബി, അപ്പോൾ എന്റെ കോപം നിങ്ങൾക്ക് ഇറങ്ങുന്ന. ഫമൻ യഹലിൽ അലൈഹി വളബി ഫഖദ് ഹവാ, എന്റെ കോപം ആരിൽ ഇറങ്ങിയോ അവൻ നശിച്ചു തന്നെയാണ്. ദൈവ കോപം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹാർട്ട് അറ്റാക്കും കിഡ്നി പേഷ്യന്റും ഒക്കെ ആയിട്ട് അവൻ അങ്ങോട്ട് നശിച്ചു പോകുന്ന ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ തന്നെയല്ലേ ഈ ആയത്തിന്റെ അർത്ഥം. അപ്പൊ യഥാർത്ഥത്തിൽ അതിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇത് പിന്നെ വേറൊന്നുണ്ട്, വിശ്വാസി ഒരു ആമാശയത്തിലുള്ളത് തിന്നു. അൽ മുഅ്മിനു യഅകുലു ലിമഅൻ വാഹിദ്, വിശ്വാസി ഒരു ആമാശയത്തിലുള്ളത് തിന്നു. വൽ കാഫിറു യഅകുലു ലിസബഅത്തി അമ്മാ എന്ന് പറയും. അവിശ്വാസി എന്ത് ദൈവം, എന്ത് പടച്ചോൻ, എന്ത് പരലോകം എന്നൊക്കെ ചോദിക്കുന്ന സത്യനിഷേധി 7 ആമാശയത്തിലുള്ളത് തിന്നു. ഇപ്പൊ സംഭവിക്കുന്ന എന്താ? ഇപ്പൊ നേരെ എതിരാണ് ഈ ഹദീസ്.